എക്സ്ക്യൂസ് മീ, ഈ ഞരമ്പിന് ചികിത്സിക്കുന്നേ ദാമോ ഇതിന്റെ വീട്? ആരാ? ഉണ്ണിക്കുട്ടൻ. ഞാൻ രാഗേന്ദു. എന്താ മാവാ? അല്ല, കുട്ടിയെ കണ്ടപ്പോഴേ കഴിഞ്ഞ ജന്മത്തില് ഞാൻ കുട്ടിയുടെ പിറകേ ഉള്ള ഒരു ഫീല്. ഒരു ജോത്സ്യൻ പറഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് പട്ടിയുടെ വളരെ ശല്യമായിരുന്നു. അതെ, ഈ ഡ്രസ്സ് നല്ല ഐശ്വര്യമുണ്ട്. ഇതാണ് എന്നും ഉടുക്കുന്നത്. അതെ അതെ അതെ, ഇത് ഉടുത്താ മതി. ഇത് ഊരണ്ട. എവിടെ അമ്മാവന്റെ സ്ഥലം? അത് ഊര്. ഏതൂര്? അടൂര്. അടൂര്. അമ്മാവൻ ഞരമ്പാ അല്ലേ? അയ്യോ, ആൾക്കാരെന്നെ കുറിച്ച് വെറുതെ പറയുന്ന അങ്ങനെ. അതല്ല, അമ്മാവൻ ഞരമ്പിന് ചികിത്സിക്കാൻ വന്നതാണോ? അച്ഛനില്ലാട്ടോ, ഘോഷയാത്ര വരുന്നുണ്ടേ. അച്ഛനില്ലാത്തവരുടെ ഘോഷയാത്ര അത് എവിടുന്ന് വരുന്നു? അയ്യോ അല്ല, അച്ഛൻ ഇവിടെ ഇല്ല, ഘോഷയാത്ര അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുക. അല്ല, അച്ഛൻ എന്തിയേ? പശു അച്ഛനെയും കൊണ്ട് പോയി. പശു അച്ഛനെയും കൊണ്ട് പോയെന്നല്ല, അച്ഛൻ പശുവിനെയും കൊണ്ട് പോയെന്ന് പറയണം മോളെ. അച്ഛൻ പശുവിനെയും കൊണ്ടാ പോയത്, പക്ഷെ വഴിയിൽ വെച്ച് പശു പൊട്ടി വെടി ഓടി. അല്ല, അമ്പലത്തിൽ നിന്ന് വെടി പൊട്ടിയപ്പോഴേ ആ ശബ്ദം കേട്ടിട്ട് പശു അച്ഛനെയും വലിച്ചോണ്ട് ഓടി. അമ്മ കൂടെ ഓടിയിട്ടുണ്ട്. രക്ഷിക്കാൻ പോയതായിരിക്കും. രക്ഷിക്കാൻ പോയതല്ല, അമ്മയുടെ ചിട്ടി പൈസ ഇരിക്കുന്നത് അച്ഛന്റെ മടിത്തട്ടിലല്ലേ, അത് വാങ്ങിച്ചോണ്ട് അമ്മ ഇങ്ങോട്ട് പോന്നു. അല്ല, അപ്പൊ അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അത് എളുപ്പല്ലേ, പശു ഒരച്ചു വലിച്ചല്ലേ കൊണ്ടുപോയത്. അപ്പൊ നോക്കി ആ പാട് നോക്കി അറിഞ്ഞൂടെ? ഒരഞ്ഞു തീർന്നു കാണുമല്ലോ. അയ്യോ, അപ്പൊ എന്നെ ചികിത്സിക്കുന്ന ആരാ? അച്ഛനില്ലെങ്കിലും ഞരമ്പിനൊക്കെ ഞാനാ ചികിത്സിക്കുന്നേ. ആണോ? എന്നാ പിന്നെ പറയണ്ടേ. അവിടെ ഇരുന്നോളൂ. ഇതെന്താ? ഞരമ്പ് നീ ചികിത്സിക്കണ്ടേ? ഞരമ്പിന് ചികിത്സിക്കാൻ വന്നല്ലേ, ക്യാമറ കളിക്കാൻ വന്നല്ലോ. അമ്മാവൻ ആ മുണ്ടെടുത്ത് കൊടുത്തേ. അയ്യോ, ഊരിയ പോലെ എളുപ്പല്ലേ ഉടുക്കാൻ. അതാണ്. എന്താ അമ്മാവന്റെ പ്രശ്നം? ഭാര്യയില്ല. ഭാര്യയില്ലേ? ഭാര്യയില്ലെന്നല്ല, ഭാര്യയില്ല. എവിടെ പോയി? വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിച്ചെന്നും പറഞ്ഞ എന്റെ ഭാര്യ സിന്ധു പിണങ്ങി പോയിരിക്കുന്നു. എന്താ ഫലിച്ച സ്വപ്നം? ഞാൻ അപ്പുറത്ത് അമ്മണിക്ക് ഒരു ഉമ്മ കൊടുത്തത്. മാപ്പ് പറഞ്ഞിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാറുന്നില്ലേ? മാപ്പ് ഞാൻ എഴുതി കൊടുത്തതാ. അപ്പോഴവള് പറയാ ഇനി മേല എന്റെ വീട്ടിലേക്ക് കാല് കുത്തത്തില്ല. അമ്മാവ് എന്തിലാ മാപ്പ് എഴുതി കൊടുത്തത്? ഞാനും സുമതിയും കൂടെ 3 റൂം എടുത്ത ബില്ലിന്റെ പുറത്തായി പോയി മാപ്പ് എഴുതി കൊടുത്തു. അവസാനം ഞാൻ പിന്നെ അവിടെ കാല് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഏത്ത വിട്ടതിന് ശേഷമാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പോവുമായിരുന്നു. അപ്പൊ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥിയും കൂടെ വന്നു. അയ്യോ, ഇനി എന്തോ വേണം? കുഞ്ഞുടുപ്പായി, സോപ്പായി, പൗഡറായി, ഇനി ഒരു കുഞ്ഞു തൊട്ടിലും കൂടെ ഉണ്ടായാ മതി. എന്റെ ഭാര്യ സിന്ധുവിന്റെ 40 വയസ്സുള്ള ആങ്ങള ഈ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നത് ഞാൻ ഇതൊക്കെ മേടിച്ചു വെക്കുന്നത്. അയ്യോ, ഞാൻ ആങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, അമ്മാവൻ എങ്ങനെയാ ഈ ഞരമ്പ് വന്നത് ചോദിച്ചതാ. അളിയൻ വന്നല്ലോ, അളിയനും ഞാനും കൂടെ ദിവസവും മഴക്കാം. സിന്ധു വന്ന് പിടിച്ചു മാറ്റും. ഒരു ദിവസം അവള് ഭാര്യ, ഒരു ദിവസം അവള് വാക്കല്ലാതെ തന്നെ പിടിച്ചു. അങ്ങനെ ഈ അസുഖം വന്നു. വാക്കല്ലാതെ എവിടെ പിടിച്ചാലും മർമ്മല്ലേ അമ്മാവാ? അല്ല, വാക്കല്ലാതെ ദാക്ഷായണിയുടെ വീട്ടിലിട്ട് അവളെന്നെ പിടിച്ചു. അതോടുകൂടി അളിയൻ എന്നെ കയറിയങ്ങ് മേഞ്ഞു. അങ്ങനാണ് എനിക്ക് അത് ശരി. അപ്പൊ അമ്മാവന് ഞരമ്പല്ല, അതുക്ക് മേലെ എന്തോ ആണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മാവനുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോന്ന് എന്റെ മോളെ, എന്റെ ജോലി വരെ പോയത് അങ്ങനല്ലേ. അതായത് ഞാൻ കോളേജിലെ പിയൂണായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ ടൂറിന് പോയി. ടൂറിന് പോയപ്പോ നമ്മൾ ഈ ക്ലാസ്മേറ്റ്സിനകത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാരും നിരന്ന് നിന്ന് മൂത്രം ഒഴിക്കുമല്ലോ. അങ്ങനെ എല്ലാരും കൂടെ നിരന്ന് മൂത്രം ഒഴിക്കായിരുന്നു. ഈ സമയത്ത് ഈ അസുഖം വന്നെനിക്ക്. അപ്പൊ പ്രിൻസിപ്പലിന്റെ കാലിലും നെഞ്ചത്തൊക്കെ മൂത്രം ഒഴിക്കുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ അമ്മാവാ. നമുക്കിപ്പോഴേ മൂത്രം എങ്ങനെയാ പോകുന്നേ? അല്ല, മൂത്രത്തിന്റെ കളർ എന്താ? എന്ത് നിറമായിട്ടാ മൂത്രം പോകുന്നേ? ഞാൻ വിനുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതാരാ? ഞങ്ങളുടെ വീടിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്നത്. ഇതിന്റെ പേരും പറഞ്ഞ് എന്നും പറഞ്ഞ് വഴക്കാവുന്നു. അത് ശരി. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വെച്ച് വീച്ചാലേ. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോ വിളിക്കണ്ട വെച്ചു. നമുക്ക് ആദ്യം ഈ കുഴമ്പൊക്കെ ഇട്ട് ഒന്നിങ്ങനെ ഉഴിഞ്ഞങ്ങ് എടുക്കാം. അങ്ങനെ അതെ, ഉഴിയുമ്പോഴേ കയ്യബത്തൊന്നും പറ്റല്ലേ? അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു ദിവസം ഒരു ചെക്കനെ വയറിളക്കായിട്ട് വന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു മേശയുടെ മുകളിൽ മരുന്ന് ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തോന്ന്. ഞാനും മരുന്നാന്ന് വിചാരിച്ച് തക്കാളി വിത്ത് എടുത്ത് അവന്റെ കയ്യിലൊന്നും കൊടുത്തു. അവനോട് ദോ അങ്ങോട്ട് നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ടേ നിരനിരയായി തക്കാളി വിത്ത് തളിർത്ത് നിൽക്കുന്ന കണ്ട. അതിന്റെ അറ്റത്താ അവന്റെ വീട്. ആരുടെ സൂര്യയുടെ വീടാണോ എനിക്ക് അറിഞ്ഞൂടാ. ആരായാലും നമുക്ക് എന്താ അമ്മാവ? അമ്മാവ വന്നേ, നമുക്ക് ഈ കയ്യിലെ ഇങ്ങനെ ഒന്ന്
അതൊക്കെ മക്കളെ കേട് വരുത്തരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞേക്കില്ല. അതെന്തിനാ അമ്മാവ പെൺകുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖിച്ച് ജീവിക്കണം. ഈ സ്വഭാവം കൊണ്ട് നരകത്തിൽ ചെന്നാലേ നിറയെ ആണിയുള്ള പാലത്ത് കൂടെ അമ്മാവനെ നടത്തും ദൈവം. ലേഡീസ് ഹോസ്റ്റലിന്റെ കുപ്പിച്ചിൽ വെച്ച മതിലേ കൂടെ ഞാൻ ഇങ്ങനെ ലെവൽ ചെയ്ത് നടക്കുന്ന എന്റെ കൂടിയാ. മക്കളെ ഒഴിയടി. അയ്യോ, ഇത് ഒഴിച്ചില്ലൊന്നും നിൽക്കില്ല അമ്മാവ. നമുക്കേ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കാം. ആയുർവേദത്തിൽ ഇഞ്ചക്ഷൻ ഉണ്ടോ? ആയുർവേദത്തിൽ ഇഞ്ചക്ഷൻ ഇല്ല. ഈ ഇതുപോലുള്ള അമ്മാവന്മാർക്ക് ഞങ്ങൾ ചെറിയൊരു ഇഞ്ചക്ഷൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ഇഞ്ചക്ഷൻ വെക്കാനുള്ള സൂക്കേടെന്തോ എനിക്ക്? അയ്യോ, ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ സൂക്കേട് അമ്മാവനാ. അല്ല, ഇതെന്തിനുള്ള ഇഞ്ചക്ഷനാണ്? വന്ധീകരണത്തിന്. അയ്യടി പുളിസു, നീ എന്നെ ഇഞ്ചക്ഷൻ ചെയ്യണേ ഇമ്മണി പുളിക്കും. എടി ഞാനേ ഓട്ടത്തിൽ 1ാം സമ്മാനം മേടിച്ചാ, നീ എന്നെ ഓടി തോപ്പിക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യും. ആഹാ, ഓന്തോടി ഏതുവരെ ഓടും? ഞരമ്പോ, നീ ഓട്ടത്തിൽ ഫസ്റ്റ് ആണെങ്കിലേ ഞാൻ ജാവൽ ത്രോക്ക് ഫസ്റ്റ് ആടോ. എന്നോട് അവന്റെ കളി.